ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെ പെട്ടെന്ന് നമുക്കൊരു പുഡിങ് തയ്യാറാക്കാമെന്ന് നോക്കാം. വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് ഈ പുഡിങ് തയ്യാറാക്കാൻ ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. കുറച്ച് പാലും റവയും പഞ്ചസാരയും മാത്രം മതി. കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ തയ്യാറാക്കാനും വളരെ സിമ്പിളാണ്. ഇതിന് നമ്മൾ കൂടുതലായിട്ട് ചേരുവകളൊന്നും അത്ര ചേർക്കുന്നില്ല. നമ്മളെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ പുഡിങ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.25 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. പാലെടുക്കുന്നത് നല്ലപോലെ കട്ടിയുള്ള പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ പുഡിങ്ങും ഐസ്ക്രീമൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാൽ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. പാൽപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി ഒരു ടേസ്റ്റ് കൂടും, അത്ര തന്നെ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കണം. പാൽപ്പൊടിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതൊക്കെ അങ്ങനെ യോജിപ്പിച്ചെടുക്കുന്നത് നമ്മൾ ഫ്ലെയിം ഓണാക്കാതെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കട്ടകളെല്ലാം തന്നെ ഉടഞ്ഞ് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് പഞ്ചസാരയാണ്. അത് ഈ ടൈമിൽ ആഡ് ചെയ്യേണ്ട. നമുക്ക് അത്യാവശ്യം ചൂടായി വരുമ്പോൾ മാത്രം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കിയതിൻ്റെ ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ആദ്യം തന്നെ ചൂടായി വരുന്നത് വരെ നമുക്ക് മീഡിയത്തിലിടാം. എന്നിട്ട് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പിൻ്റെ 3/4 ഭാഗമാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പ് നിറച്ച് തന്നെ എടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം ചൂടായി തിളച്ച് വരുന്നുണ്ട്. റവയൊക്കെ ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പുഡിങ്ങിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ വാനില എസൻസ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഏലക്കപ്പൊടി ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഈ ടൈമിൽ. വാനില എസൻസ് ആണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ ഒന്ന് കുറുകിയതിൻ്റെ ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ സൈഡിൽ പറ്റി പിടിച്ചതൊക്കെ അങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അത്യാവശ്യം നല്ല കട്ടിയുള്ള പാലായതുകൊണ്ടാണ് അത് അങ്ങനെയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്നും കൂടി കുറുകി കിട്ടണം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമുക്ക് 1-2 തുള്ളി വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ചൂടോടുകൂടി തന്നെ ഏത് പാത്രത്തിലാണ് പുഡിങ് തയ്യാറാക്കണമെങ്കിൽ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഞാനിങ്ങനെ ഒരു കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ നെയ്യൊന്ന് പുരട്ടി കൊടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് വിട്ട് കിട്ടും. ഇനി ഇത് ചൂടാറിയതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ 4 മണിക്കൂർ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അത് 4 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നൊക്കെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കത്തി വെച്ചിട്ട് സൈഡ് ഭാഗം ഒന്ന് ഇങ്ങനെ വിടിയിപ്പിച്ചെടുക്കുക. കത്തി കൊണ്ടൊന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഈ പാത്രത്തിലേക്ക് ഞാനൊന്ന് കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ബദാമോ അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ പുഡിങ്ങിൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക.